ഈ വർഷത്തെ SSLC പരീക്ഷ എഴുതുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും വേണ്ടി നിങ്ങളുടെ പഠിക്കാനുള്ള പരീക്ഷയ്ക്ക് വരുന്ന സബ്ജക്റ്റുകളിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി തുടങ്ങിയ വിഷയങ്ങളിലെ എല്ലാ ചാപ്റ്റേഴ്സും റിവിഷൻ പാക്കേജ് എന്നുള്ള രീതിയിൽ നന്നായി റിവിഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഓരോ പാഠഭാഗത്തെയും പ്രധാനപ്പെട്ട ആശയങ്ങൾ മാത്രം വളരെ കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് ഈ പ്രോഗ്രാമിലൂടെ. അപ്പൊ ഇതിൽ ഇന്ന് ഫിസിക്സ് ആണ് ആദ്യം. ഈ പ്രോഗ്രാം തുടങ്ങുന്നത് ഫിസിക്സിലായിരിക്കും എന്ന് തോന്നുന്നു. അപ്പൊ ഫിസിക്സ് പ്രോഗ്രാംസ് ആണ് ഇന്ന്. നിങ്ങളുടെ 10ാം ക്ലാസ്സിലെ ഫിസിക്സിലെ ഒന്നാമത്തെ ചാപ്റ്റർ, ഫസ്റ്റ് ചാപ്റ്ററിലെ വളരെ പ്രധാനപ്പെട്ട പാഠഭാഗങ്ങൾ ഏതൊക്കെയാണ് എന്ന് വളരെ വിശദമായി ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യും. അത് പഠിച്ചുകൊണ്ട് മാത്രമേ പോകാവൂ. കാരണം ചോദ്യം വരുന്ന പാഠഭാഗങ്ങൾ ഞാൻ പ്രത്യേകം എക്സ്പ്ലെയിൻ ചെയ്യും. അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്റർ മലയാളം മീഡിയം, ഇംഗ്ലീഷ് മീഡിയം വിദ്യാർത്ഥികൾക്ക് വേണ്ടി രണ്ട് വിഭാഗങ്ങൾക്കും വേണ്ടിയിട്ട് ഒരു എക്സ്പ്ലനേഷൻ ഉണ്ടാവും. ഒരുപക്ഷെ ഞാൻ ആദ്യം മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യും, അതിനുശേഷം ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾക്ക് കൂടെ വേണ്ടി ആ ഒരു എക്സ്പ്ലനേഷൻ ഉണ്ട്. അപ്പൊ രണ്ട് മീഡിയം വിദ്യാർത്ഥികൾക്കും ഇത് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഈ ചാപ്റ്ററിൽ, ഒന്നാമത്തെ ചാപ്റ്ററിൽ ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ കാണുന്ന ഒരു ഭാഗം വൈദ്യുത ലേപനം, ഇലക്ട്രോപ്ലേറ്റിംഗ്. നിങ്ങൾ പഠിച്ചിട്ടുള്ള പാഠഭാഗമാണ്. എന്താണ് ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ചെറിയ ക്ലാസ്സുകളിലും അതുപോലെ തന്നെ ഈ വർഷത്തെ ആദ്യത്തെ ടേമിൽ നിങ്ങൾ പഠിച്ചതാണ്. വാട്ട് ഈസ് ഇലക്ട്രോപ്ലേറ്റിംഗ്? ഫോർ ഇംഗ്ലീഷ് മീഡിയം സ്റ്റുഡൻസ്, വാട്ട് ഈസ് ഇലക്ട്രോപ്ലേറ്റിംഗ്? ദ പ്രോസസ് ഓഫ് കോട്ടിംഗ് ഓഫ് എ മെറ്റൽ into another conductor. It's called electroplating. ഇത് ഇലക്ട്രോപ്ലേറ്റിംഗ്, വാട്ട് ഈസ് ദ കെമിസ്ട്രി ബിഹൈൻഡ് ദിസ് ഇലക്ട്രോപ്ലേറ്റിംഗ്? ശരിക്കും ഇത് ഫിസിക്സിലാണ് വരുന്നതെങ്കിലും there is a chemistry behind that. അപ്പോൾ ഇലക്ട്രോപ്ലേറ്റിംഗിന്റെ കെമിസ്ട്രി എന്താണ്, എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്? അപ്പൊ ഇത് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു വിഷ്വൽ ഉപയോഗിക്കുന്നു. ഒരു ഫ്ലാഷിൽ ചെയ്തൊരു വീഡിയോ നിങ്ങൾക്ക് കാണാം. ഇവിടെ ചെയ്യുന്നത് ഒരു സ്പൂണിൽ, ഒരു സ്റ്റീൽ സ്പൂണിൽ വെള്ളി പൂശുന്നത് എങ്ങനെയാണ്. നമുക്കിപ്പോൾ സാധാരണ ഗോൾഡ് കവറിംഗ് ആഭരണങ്ങളൊക്കെ ഒരുപാട് ഉപയോഗിക്കുന്ന സമയമാണ്, സ്വർണം പൂശി ഉപയോഗിക്കുന്ന ഒരു സമയമാണ്. സോ വാട്ട് ഈസ് ദ കെമിസ്ട്രി ബിഹൈൻഡ് ദാറ്റ്? ഇലക്ട്രോപ്ലേറ്റിംഗിന്റെ കെമിസ്ട്രി എന്താണ്, അതിന് എന്തൊക്കെയാണ് വേണ്ടത്, അതിനുള്ള അറേഞ്ച്മെന്റ്സിന്റെ പ്രത്യേകത, ഓരോ മെറ്റൽ എവിടെ ഉപയോഗിക്കണം, പൂശുന്ന വസ്തു എവിടെ ഉപയോഗിക്കണം, ഇലക്ട്രോലൈറ്റ് എന്തായിരിക്കണം തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ഇപ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ആൻഡ് യു കെൻ സീ ദിസ് വീഡിയോ ഓൾസോ. അപ്പൊ ഇതിൽ ഒരു സ്റ്റീൽ സ്പൂണിൽ വെള്ളി പൂശുന്ന സംവിധാനമാണ് ചിത്രത്തിൽ കാണുന്നത്. നിങ്ങൾക്ക് നന്നായിട്ടത് കാണാൻ കഴിയുമെന്ന് തോന്നുന്നു. ഇതില് സിൽവർ തകിട്, സിൽവറാണ് നമുക്ക് പൂശേണ്ടത്. സിൽവർ തകിട് പോസിറ്റീവ് ഇലക്ട്രോഡായിട്ട് ഉപയോഗിക്കുക, അതായത് ആനോഡായിട്ട് ഉപയോഗിക്കുന്നത്. സിൽവർ തകിട്, സിൽവറാണ് നമുക്ക് പൂശേണ്ടത്. നമുക്ക് ഒരു സ്റ്റീൽ സ്പൂണിലാണ് അത് പൂശേണ്ടത്, അത് കാഥോഡായി ഉപയോഗിക്കുക, ദാറ്റ് ഈസ് നെഗറ്റീവ് ഇലക്ട്രോഡ്. സിൽവർ ഈസ് യൂസിങ് ആസ് ആനോഡ് ആൻഡ് സ്റ്റീൽ സ്പൂൺ ഈസ് യൂസിങ് ആസ് കാഥോഡ്. ആൻഡ് ദെൻ വി നീഡ് an electrolyte. ഒരു ഇലക്ട്രോലൈറ്റ് നമുക്ക് വേണം. ദാറ്റ് ഇലക്ട്രോലൈറ്റ് ഈസ് സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ. സോ മൂന്ന് കാര്യങ്ങൾ വായിക്കഴിഞ്ഞു. സോ വി ഗോട്ട് ഇറ്റ് ഹിയർ. ഒരു സിൽവർ തകിട് നമ്മൾ ആനോഡായിട്ട് ഉപയോഗിക്കുന്നു, ആൻഡ് സ്റ്റീൽ സ്പൂൺ കാഥോഡായിട്ട് ഉപയോഗിക്കുന്നു, ആൻഡ് ദെൻ ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത് സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ ആണ്. സിൽവർ നൈട്രേറ്റ് ഇറ്റ്സ് എ സോൾട്ട് സൊല്യൂഷൻ ഓഫ് ദ മെറ്റൽ ഇൻ വിച്ച് വി ഹാവ് ടു പ്ലേറ്റ്. ഈ ഏത് മെറ്റലാണോ നമുക്ക് വേണ്ടത്, പൂശേണ്ടത്, ആ മെറ്റലിന്റെ സോൾട്ട് സൊല്യൂഷൻ ആയിരിക്കണം ഇലക്ട്രോലൈറ്റ്. ആൻഡ് സീ ദിസ്, നിങ്ങൾക്ക് ചിത്രത്തിൽ കാണുവാൻ കഴിയുന്നത് നെഗറ്റീവ് ഇലക്ട്രോഡ് ഉണ്ട്, സോറി പോസിറ്റീവ് ഇലക്ട്രോഡ് ഉണ്ട്, നെഗറ്റീവ് ഇലക്ട്രോഡ് ഉണ്ട്. അത് കൂടാതെ സിൽവർ നൈട്രേറ്റ് ലായനി ഇലക്ട്രോലൈറ്റ് ആയിട്ട് ഇവിടെയുണ്ട്. ആ സിൽവർ നൈട്രേറ്റ് ലായനിക്ക് ഉള്ളിൽ യു ക്യാൻ സി Ag+ ions and NO3- ions separated. That's also a chemistry behind it. ഇതിനകത്ത് തന്നെ ഈ ലായനിയിൽ തന്നെ Ag+ സിൽവർ അയോൺസ്, പോസിറ്റീവ് അയോൺസും നെഗറ്റീവ് അയോൺസും അതിനകത്തുണ്ട്. ഇനി ഞാൻ ഈ സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ജസ്റ്റ് സീ വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ, എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് ഒന്ന് ക്ലിയർ ആയി നോക്കുക. See what's happening. ഇവിടെ സംഭവിക്കുന്നത് നെഗറ്റീവ് ഇലക്ട്രോഡായ, സോറി പോസിറ്റീവ് ഇലക്ട്രോഡായ സിൽവർ തകിടിൽ നിന്ന് ഒരു ഇലക്ട്രോൺ എക്സ്റ്റേണൽ സർക്യൂട്ടിലേക്ക് വരികയും ഒരു Ag+ അയോൺസിനെ ലായനിയിലേക്ക് മാറ്റുകയും ചെയ്യും. ഞാൻ ഒന്നുകൂടെ അത് ഒന്ന് റീപ്ലേ ചെയ്യാം. സ്വിച്ച് ക്ലോസ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് നോക്കുക. ഒരു ഇലക്ട്രോൺ എക്സ്റ്റേണൽ സർക്യൂട്ടിലൂടെ ഇവിടെ വരുന്നു, ലീവിംഗ് an Ag+ ions inside the electrolyte. അപ്പോൾ ഈ പ്രോസസ് സ്റ്റാർട്ട് ചെയ്യുന്നു. പക്ഷേ ഇലക്ട്രോൺസ് ഇവിടെ വന്നതിന് ശേഷം ഈ ലായനിയിൽ നിന്നുള്ള Ag+ അയോൺസുമായിട്ട് സംയോജിച്ചതിന് ശേഷം അവിടെ സിൽവർ ആറ്റം ഉണ്ടാകുന്നു. ആ സിൽവർ ആറ്റം ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുകയും അത് ആ സ്പൂണിൽ പറ്റിപ്പിടിക്കുകയും ആ സ്പൂൺ നമുക്ക് എടുക്കുകയും ചെയ്യാം. Now it's plated with silver. ഈ സ്റ്റീൽ സ്പൂൺ ഇപ്പോൾ സിൽവർ കൊണ്ട് പ്ലേറ്റ് ചെയ്യപ്പെട്ടു. So this is the chemistry behind that. ഇതൊരു പ്രധാനപ്പെട്ട പോർഷൻ. I will be explaining once more. See,
Positive electrode is the silver and the negative electrode will be the steel spoon, and the electrolyte is a silver nitrate solution, and you can see it is split up in Ag plus ions and NO3 minus ions, and when the switch is closed the electrons will be emitting from the silver and it passes to the external circuit and reaches the negative electron and there again combines with Ag plus ions and making the silver atom. ഇതാണ് ഇലക്ട്രോപ്ലേറ്റിംഗ്. നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്, ജസ്റ്റ് ഒന്ന് റിവിഷന് വേണ്ടി മാത്രം വളരെ ക്വിക്ക് ആയിട്ട് ഞാൻ പറഞ്ഞേ ഉള്ളൂ. ആൻഡ് അതിന്റെ നിർവചനം മലയാളത്തിലും ഇംഗ്ലീഷിലും നിങ്ങൾക്കറിയാം. ഒരു ചാലക വസ്തുവിന്റെ ഉപരിതലത്തിൽ വൈദ്യുത വിശ്ലേഷണം മുഖേന മറ്റൊരു ലോഹം പൂശുന്ന പ്രക്രിയയാണ് വൈദ്യുത വിശ്ലേഷണം എന്ന് പറയുന്നത്. ഏത് ലോഹം കൊണ്ടാണോ നമുക്ക് പൂശേണ്ടത് ആ ലോഹം ആനോഡ് ആയിരിക്കണം. ഏത് വസ്തുവിലാണോ പൂശേണ്ടത് അത് കാഥോഡ് ആയിരിക്കണം. ഈ പൂശേണ്ട ലോഹത്തിന്റെ ഒരു സോൾട്ട് സൊല്യൂഷൻ ആയിരിക്കണം ഇലക്ട്രോലൈറ്റ്. ഇത്രയുമാണ് ഇതിനകത്ത് സാങ്കേതികമായി പറയാനുള്ളത്. ഇനി നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ ഇത് ദിസ് ഇസ് കോൾഡ് ഇന്ററാക്റ്റീവ് എക്സസൈസ്. ഒരു ഇന്ററാക്റ്റീവ് എക്സസൈസ് ആണ്. ഇതേ രീതിയിൽ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാം. പലപ്പോഴും ഈ രീതിയിൽ ചോദിക്കാം. പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമായിട്ട് തന്നെ ഞാൻ ഇതിനെ പ്രസന്റ് ചെയ്യുന്നു. നമുക്ക് വേണ്ടത് ഒരു ഇരുമ്പ് കമ്പി വെള്ളി കൊണ്ട് പൂശണം. അങ്ങനെയാണെങ്കിൽ പോസിറ്റീവ് ഇലക്ട്രോഡ് ഏതായിരിക്കും, നെഗറ്റീവ് ഇലക്ട്രോഡ് ഏതായിരിക്കും എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. താഴെ കൊടുത്തിട്ടുണ്ട് ആൻസർ. നമുക്ക് ചെയ്യേണ്ടത് ഈ ആൻസേഴ്സ് ഡ്രാഗ് ചെയ്ത് മുകളിൽ കൊണ്ട് വെക്കണം. ദിസ് കോൾഡ് ഇന്ററാക്റ്റീവ് എക്സസൈസ്. ഈ രീതിയിലായിരിക്കും ക്ലാസ് മുന്നോട്ട് പോവുക. അപ്പോൾ ഇരുമ്പ് കമ്പി വെള്ളി കൊണ്ട് പൂശണമെങ്കിൽ വെള്ളി ആയിരിക്കും പോസിറ്റീവ് ഇലക്ട്രോഡായി ഉപയോഗിക്കുന്നത്. സോ പിക്ക് അപ്പ് ദിസ് സിൽവർ ഫ്രം ദെയർ ആൻഡ് പേസ്റ്റ് ഇറ്റ്. സോ വെള്ളി അവിടെ വന്നു. അപ്പൊ നെഗറ്റീവ് ഇലക്ട്രോഡായിട്ട് ഉപയോഗിക്കേണ്ടത് ഇരുമ്പ് കമ്പി ആയിരിക്കണം. അപ്പൊ ഇരുമ്പ് കമ്പി ഇവിടെ നിന്ന് എടുത്ത്. സോ ദാറ്റ്സ് കറക്റ്റ്. ഇനി ഇലക്ട്രോലൈറ്റ് ആയിട്ട് ഉപയോഗിക്കേണ്ടത് സിൽവർ നൈട്രേറ്റ് ലായനി അല്ലെങ്കിൽ സോഡിയം സയനൈഡിന്റെയോ സിൽവർ സയനൈഡിന്റെയോ ഒരു മിക്സ്ചർ, ഒരു മിശ്രിത ലായനി ആയിരിക്കണം. ദ സെയിം തിങ് വി ഹാവ് ഡൺ. ഇതുപോലുള്ളതാണ് നമ്മൾ നേരത്തെ ചെയ്തത്. അപ്പൊ അവിടെ നമ്മൾ സിൽവർ നൈട്രേറ്റ് ആണ് ഉപയോഗിച്ചത്. അടുത്തത് ഒരു അലൂമിനിയം സ്പൂൺ സ്വർണ്ണം കൊണ്ട് പൂശണമെങ്കിൽ നിങ്ങൾക്കറിയാം സ്വർണ്ണമായിരിക്കണം പോസിറ്റീവ് ഇലക്ട്രോഡ്, അതായത് ആനോഡായി വരേണ്ടത്. ആൻഡ് കാഥോഡായി വരേണ്ടത് ശരിക്കും പറയാൻ അലൂമിനിയം സ്പൂൺ ആയിരിക്കും. അപ്പൊ ഇതേപോലെ എടുത്ത് and next ഒരു സൈക്കിൾ ഹാൻഡിൽ ക്രോമിയം കൊണ്ട് പൂശണമെങ്കിൽ ക്രോമിയം പോസിറ്റീവ് ഇലക്ട്രോഡും സൈക്കിൾ ഹാൻഡിൽ നെഗറ്റീവ് ഇലക്ട്രോഡും. സോ ദിസ് ഇസ് കോൾഡ് an interactive exercise. അപ്പോൾ ഇതേ രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാം. മനസ്സിലായി കാണും കാര്യങ്ങൾ. നെക്സ്റ്റ്, എന്താണ് ഈ വൈദ്യുത ലേപനം? വാട്ട് ആർ ദ യൂസസ് ഓഫ് ഇലക്ട്രോപ്ലേറ്റിംഗ്? അതിന്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞു ഗോൾഡ് കവറിംഗ് ആഭരണങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ വില കുറഞ്ഞ രീതിയിൽ ഗോൾഡിന്റെ ഒരു ഭംഗി നമുക്ക് ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുപക്ഷെ ചെമ്പ് കൊണ്ടുള്ള ആഭരണങ്ങൾ സ്വർണം പൂശി ഉപയോഗിക്കാം. കാണാനുള്ള ഭംഗി വർദ്ധിക്കുന്നു, വലിയ ചെലവില്ലാതെ. ലോഹനാശം തടയുന്നു, കൊറോഷൻ, ലോഹനാശം തടയുക എന്ന് പറയുന്നത് പല ലോഹങ്ങളും നശിച്ചു പോകാതിരിക്കാനായിട്ട് പുറത്ത് നമ്മൾ പെയിന്റ് ചെയ്യാറുണ്ട്. അതുപോലെ പ്ലേറ്റിങ്ങും അതിന് ഒരു ലോഹനാശം തടയാനുള്ള ഒരു കാരണമാണ്. വില കുറഞ്ഞ ലോഹങ്ങൾക്ക് മേൽ വില കൂടിയ ലോഹങ്ങളായ സ്വർണം, വെള്ളി തുടങ്ങിയവ ലേപനം ചെയ്യാനും ഉപയോഗിക്കുന്നു, മീൻസ് കോട്ട് ചെയ്യാനും ഉപയോഗിക്കുന്നു. സോ ദിസ് ഈസ് ഇലക്ട്രോപ്ലേറ്റിംഗ് ആൻഡ് ഐ ഹാവ് എക്സ്പ്ലെയിൻഡ് ദ chemistry behind electroplating. I hope you understood what is electroplating. ഇനി ഞാൻ പോകുന്നത് വൈദ്യുത പ്രവാഹത്തിന്റെ താപഫലങ്ങൾ. The heating effect of electricity for English medium students. Heating effect of electricity. എന്താണ് heating effect? ഇതുമായി ബന്ധപ്പെട്ട നമ്മൾ നിയമത്തിലേക്ക് എത്തിച്ചേരേണ്ടതുണ്ട്. We have to prove that Joule's law. അതും അതിലേക്ക് പോകുന്നു. അപ്പോൾ just see the circuit. ഇവിടെ ഒരു സർക്യൂട്ട് നിങ്ങൾക്ക് കാണുവാൻ കഴിയും. ഈ സർക്യൂട്ടിൽ you know the circuit, there are two resistances. Nichrome is there and another one aluminum is also there, and a 6 volt battery is there and a switch is there, and here you can see a multimeter in which you can measure the voltage and current and all, and oru timer ivideyundu. Now I am going to close this circuit. Ee switch close cheyumbol endu sambhavikkunnu nokka. Just wait 1 minute വൈദ്യുതി ഇതിലൂടെ കടന്നു പോകുമ്പോൾ എന്തായിരിക്കും ഇവിടെ ഉണ്ടാകുക? നിങ്ങൾക്ക് കളർ ചേഞ്ചസ് കാണാൻ കഴിയും. നിക്രോം കൂടുതൽ ചുട്ടുപഴുക്കുകയും അലൂമിനിയം കൂടുതലായി ചുട്ടു പഴുക്കാതിരിക്കുകയും. You can see the red color here. നിക്കോമിലെ റെഡ് കളർ നിങ്ങൾക്ക് കാണാം. അലൂമിനിയം ഏകദേശം അത്ര റെഡ് കളർ ഒന്നുമില്ല. അപ്പോൾ 1 മിനിറ്റ് വൈദ്യുതി കടന്നു പോയപ്പോൾ കൂടുതൽ താപം ഉണ്ടായത് നിക്രോമിലാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. സോ ഈ നിക്രോം എന്തുകൊണ്ടാണ് കൂടുതൽ താപം ഉണ്ടാക്കിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റീസൺ നിങ്ങൾക്കറിയാം. നിക്രോം is having more resistance than that of aluminum. കറണ്ട് നോക്കുക, 0.5 ആംപിയർ കറണ്ട് മാത്രമാണ് ഈ സർക്യൂട്ടിലൂടെ കടന്നു പോയിരിക്കുന്നത്. എന്തുകൊണ്ട് 0.5 ആംപിയർ? ഒരു സർക്യൂട്ടിലൂടെ വൈദ്യുതിയുടെ അല്ലെങ്കിൽ കറണ്ട് നിശ്ചയിക്കുന്നത് ആ സർക്യൂട്ടിലെ റെസിസ്റ്റൻസ് ആണ്. സോ നിക്രോമിന്റെ റെസിസ്റ്റൻസ് കൂടുതലായതുകൊണ്ട് 0.5 ആംപിയർ കറണ്ട് കടന്നുപോയി. സോ മാക്സിമം കറണ്ട് പാസിംഗ് ത്രൂ ദാറ്റ് വിൽ ബി 0.5 ആംപിയർ. നിക്രോം കമ്പിയിൽ കൂടി ഒഴുകുന്ന കറണ്ട് 0.5 ആംപിയർ ആണ്. അലൂമിനിയം, നിക്രോം എന്നീ കമ്പികളിൽ പ്രതിരോധം കൂടിയത്. രണ്ടിനെയും കമ്പയർ ചെയ്യുകയാണെങ്കിൽ നിക്രോം ഇസ് ഹാവിംഗ് മാക്സിമം റെസിസ്റ്റൻസ് ആൻഡ് ദാറ്റ് ഓഫ് അലൂമിനിയം. അപ്പോൾ കുറച്ച് സമയം കൊണ്ട് വൈദ്യുതി കടത്തിവിടുകയാണെങ്കിൽ നിക്രോം കമ്പിക്ക് അലൂമിനിയം കമ്പിയേക്കാൾ പ്രതിരോധം കൂടുതലായതിനാൽ നിക്രോം മാത്രം ചുട്ടുപഴുക്കുന്ന കാണാം.
അപ്പോൾ ശരിക്കും ഇതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കാം, ഒരു ചാലകത്തിലൂടെ ഒഴുകുന്ന വൈദ്യുതിയുടെ അളവ് ആ ചാലകത്തിന്റെ പ്രതിരോധവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അത് വ്യക്തമായ ഒരു കാര്യമാണ്. റെസിസ്റ്റൻസ്, അതിലൂടെ അവിടെ ഉണ്ടാകുന്ന ഹീറ്റ് എനർജി ഈസ് ആൾസോ റിലേറ്റഡ് ടു ദ resistance. Now what I am going to do is I am going to change this nichrome into aluminum. See now 2 aluminum wires are given. നേരത്തെ ഇത് നിക്രോം ആയിരുന്നു, ഇപ്പൊ രണ്ടും അലൂമിനിയം വയേഴ്സ് ഇവിടെ ഉപയോഗിക്കുന്നു. ഇനി ഞാൻ ഈ സ്വിച്ച് ക്ലോസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു നോക്കുക. 0.7 ampere is passing to the circuit. You can see this 0.7 ampere കടന്നു പോകുന്നു. നേരത്തെ അത് 0.5 ആയിരുന്നു. എന്തുകൊണ്ട് കറണ്ട് കൂടി? Why the current has increased? The reason is അലൂമിനിയത്തിന്റെ റെസിസ്റ്റൻസ് കുറവാണ് നിക്രോമിനേക്കാൾ. So maximum current സർക്യൂട്ടിൽ ഉണ്ടാകാം. So 0.7 ampere കടന്നു പോയപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, both these coils having same temperature. രണ്ടും ഏകദേശം ഒരേപോലെ ഹീറ്റ് എനർജി പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടു എന്ന് ഈ രണ്ടും കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. നേരത്തെ നിക്രോം വല്ലാതെ റെഡ് ഹോട്ട് ആയിരുന്നു, പക്ഷേ ഇപ്പോൾ ഏകദേശം രണ്ടും ഒരേപോലെയാണ്. അപ്പോൾ ഈ അവസ്ഥയിൽ ഒരു കാര്യം മനസ്സിലാക്കുക, നിക്രോം കമ്പി മാറ്റിയപ്പോൾ സർക്യൂട്ട് പ്രതിരോധം കുറയുകയും കറണ്ട് കൂടുകയും ചെയ്യും. അപ്പോൾ ആ സർക്യൂട്ടിൽ ഉണ്ടാകുന്ന ഹീറ്റ് ദാറ്റ് ഡിപെൻഡ്സ് അപ്പോൺ the strength of electric current, വൈദ്യുത പ്രവാഹ തീവ്രതയ്ക്കും അതുമായും ബന്ധപ്പെട്ടിരിക്കുന്നു. And the third one, see another experiment. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം, തെർമോമീറ്റർ ഇവിടെ ഉണ്ട്. 1 മിനിറ്റ് വൈദ്യുതി കടന്നു പോയപ്പോൾ slowly the temperature of this water increases. 1 മിനിറ്റ് വൈദ്യുതി രണ്ടാമത്തെ വീണ്ടും വൈദ്യുതി കടന്നു പോകുന്നു. അപ്പൊ see slowly the temperature increases. അപ്പൊ അതിൽ നിന്നും മറ്റൊരു കാര്യം മനസ്സിലാക്കുക, ടൈം, സമയം കൂടുന്തോറും ഉൽപ്പാദിപ്പിക്കുന്ന താപം കൂടുന്നു. So these 3 factors, resistance, current and time, we can connect these 3 and you will be getting Joule's law. ജൂൾ നിയമത്തിലേക്കാണ് എത്തിയത്. വൈദ്യുത പ്രവാഹം മൂലം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ, the factors affecting the heat produced in a conductor. First one, current strength I, the second one, resistance, and the third one, time. ഒരു ചാലകത്തിലൂടെ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ തൽഫലമായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപത്തിന്റെ അളവ് പ്രവാഹ തീവ്രതയുടെ വർഗത്തിനും ചാലകത്തിന്റെ പ്രതിരോധത്തിനും പ്രവഹിക്കുന്ന സമയത്തിനും തുല്യമായിരിക്കും. So this is Joule's law. ജൂൾ നിയമമാണ്. H equals I square RT. You know the equations and all. For English medium students, you know the equations. There are problems. Chances of getting problems are there. ഓം നിയമം അനുസരിച്ച് നമുക്ക് ഈ ഇക്വേഷൻസ് ഞാൻ വീണ്ടും എല്ലാവരും ആ സ്ക്രീനിൽ നോക്കുക. ഈ ഇക്വേഷൻസ് H equals I square RT. വീണ്ടും സബ്സ്റ്റിറ്റ്യൂഷൻസ് മാറി വരുമ്പോൾ H equals V into I into T. This is the second equation. And then ഐയുടെ വാല്യൂ കൊടുക്കുമ്പോൾ V square by R into T. So these 3 equations, ഈ 3 ഇക്വേഷൻസും നിങ്ങൾ അറിഞ്ഞിരിക്കണം. So ജൂൾ നിയമമാണിത്. ജൂൾ നിയമത്തിന്റെ ഇക്വേഷൻസും. ഇനിയുള്ള ഭാഗം എ സേഫ്റ്റി ഫ്യൂസ്. എന്താണ് ഒരു സേഫ്റ്റി ഫ്യൂസ്? നിങ്ങൾക്കറിയാം, എ ഫ്യൂസ് ഈസ് യൂസിംഗ് ഫോർ ദ സേഫ്റ്റി ഓഫ് ഇലക്ട്രിക്കൽ സർക്യൂട്ട് ആസ് വെൽ ആസ് people who are using this electrical equipments. നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ നാശമായി പോകാതിരിക്കാനും അമിതമായ കറണ്ടിൽ നിന്നും അതിനെ രക്ഷപ്പെടുത്തുന്നതിനും അതുകൂടാതെ അത് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് അപകടം സംഭവിക്കാതിരിക്കാനും ഒക്കെയാണുള്ള ഫ്യൂസ് ഉപയോഗിക്കുന്നത്, സേഫ്റ്റി ഫ്യൂസ് ഉപയോഗിക്കുന്നത്. സോ വാട്ട് ഈസ് എ സേഫ്റ്റി ഫ്യൂസ്? വൈദ്യുത സർക്യൂട്ടുകളുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ലളിതമായ ഒരു സംവിധാനമാണ് ഫ്യൂസ്. പക്ഷേ ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് ഫ്യൂസിന് പകരമായിട്ട് നമ്മൾ സർക്യൂട്ട് ബ്രേക്കേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്, ഇലക്ട്രിക് സർക്യൂട്ട് ബ്രേക്കേഴ്സ്. അത് MCB ഉണ്ട്, ELCB ഉണ്ട്, എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ ഓർ ഇലക്ട്രിക് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ ഓർ MCB, മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ. അപ്പോൾ ഈ സർക്യൂട്ട് ബ്രേക്കറാണ് ഇപ്പോൾ വ്യാപകമായി ഉപയോഗിക്കുന്നത്. പക്ഷേ മുൻപ് കാലങ്ങളിൽ ഫ്യൂസ് മാത്രമായിരുന്നു നമ്മൾ ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ എന്താണ് ഒരു ഫ്യൂസ്? നമുക്ക് ആദ്യം ആ പഴയ കൺസെപ്റ്റ് വെച്ച് ഫ്യൂസ് എന്താണെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഏതൊക്കെ ടൈപ്പ് ഫ്യൂസസ് ഉണ്ട് എന്നൊക്കെയുള്ള കാര്യം അത് നമ്മൾ നോക്കുക. ഒരു പ്ലഗ് ഫ്യൂസ് ഉണ്ട്, നിങ്ങൾക്ക് കാണാൻ കഴിയും. ഈ ടൈപ്പ് ഫ്യൂസിനെ പ്ലഗ് ഫ്യൂസ് എന്ന് പറയാറുണ്ട്. അത് കൂടാതെ കാറ്റഡ് ഫ്യൂസ് ഉണ്ട്, ഇലക്ട്രോണിക് ഉപകരണങ്ങളൊക്കെ ഉപയോഗിക്കുന്ന കാറ്റഡ് ഫ്യൂസസ് ഉണ്ട്. നേരത്തെ പറഞ്ഞ ഈ പ്ലഗ് ഫ്യൂസിനകത്ത് ഒരു 2 ടെർമിനൽസ് ഉണ്ടാകും, ഒരു പോർസിലിൻ ബ്ലോക്ക് ഉണ്ടാകും, ഒരു ഫ്യൂസ് വയർ ഉണ്ടാകും. ഫ്യൂസ് വയർ നിങ്ങൾക്കറിയാം ലെഡിന്റെയും ടിന്നിന്റെയും ഒരു അലോയാണ്, ലോഹസങ്കരമാണ് ഫ്യൂസ് വയറായിട്ട് ഉപയോഗിക്കുന്നത്. ഇതിന്റെ പ്രത്യേകതയൊക്കെ ഞാൻ വിശദമായിട്ട് പറയാം. അത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണ്. ഇലക്ട്രിക് ഫ്യൂസിന്റെ ധർമ്മം നിങ്ങൾക്ക് നമ്മുടെ വീടുകളിൽ ഫ്യൂസ് ഉപയോഗിക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ സർക്യൂട്ട് ബ്രേക്കർ ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള നേട്ടങ്ങൾ, പ്രയോജനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നിങ്ങൾക്ക് കാണാൻ കഴിയും, ഇത് കിച്ചൺ, ഒരു അടുക്കളയാണ്. ഈ കിച്ചണിൽ നമുക്ക് ഫ്യൂസ് സെലക്ട് ചെയ്യാം. എത്ര ആംപിയറിന്റെ ഫ്യൂസ് നമുക്ക് ഉപയോഗിക്കണം. ഫോർ എക്സാമ്പിൾ ഐ എം സെലക്ടിങ് ഒരു 8 ആംപിയർ ഫ്യൂസ്. 8 ആംപിയർ ഫ്യൂസ് ഞാൻ സെലക്ട് ചെയ്യും. അതായത് നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഈ കിച്ചണിലെ ഇത്രയും പോർഷനിൽ ഉപയോഗിക്കുന്ന വൈദ്യുത ഉപകരണങ്ങളിൽ മാക്സിമം നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന വൈദ്യുതി 8 ആംപിയർ ആയിരിക്കും.
ഞാൻ 8 ആംപിയർ സെലക്ട് ചെയ്തു. ഇവിടെ സർക്യൂട്ട് ബ്രേക്കർ നിങ്ങൾക്ക് കാണാം, ഒരു ചെറിയ സർക്യൂട്ട് ബ്രേക്കർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, തനിയെ ഓഫ് ആവുന്നത്. അപ്പോൾ ഈ സർക്യൂട്ട് ബ്രേക്കർ 8 ആംപിയർ ആണ്. 8 ആംപിയർ കൂടുതൽ കറണ്ട് വന്നു കഴിഞ്ഞാൽ അത് ഓഫ് ആവും. ഞാനിവിടെ ഫസ്റ്റ് ഞാൻ 1 ആംപിയറിന്റെ ഒരു ഉപകരണം ഉപയോഗിക്കും. ആ ഫ്യൂസ് വർക്ക് ചെയ്യും, കുഴപ്പമൊന്നുമില്ല. ഞാൻ ഒരു 2 ആംപിയറിന്റെ ഒരു ഉപകരണം കൂടെ ഉപയോഗിച്ചു, കുഴപ്പമില്ല. ഞാൻ അടുത്തത് 6 ആംപിയറിന്റെ ഒരു ഉപകരണം ഉപയോഗിക്കാം. സി സർക്യൂട്ട് ബ്രേക്കർ ഓഫ് ആയി. ദാറ്റ് മീൻസ് ഞാനിപ്പോൾ ഉപയോഗിച്ച 1 ആംപിയർ, 2 ആംപിയർ ആൻഡ് 6 ആംപിയർ. 6 + 2 + 1 9 ആംപിയർ വന്നപ്പോൾ 8 ആംപിയർ ഫ്യൂസിന് അത് എന്താ പറയുക, ആ ഫ്യൂസ് എരിഞ്ഞു പോകുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ ആ സർക്യൂട്ട് ബ്രേക്കർ ഓഫ് ആകും. ഓവർലോഡിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഉപയോഗിക്കുന്ന ഫ്യൂസിനേക്കാൾ അതിന്റെ വാല്യൂ, അതിന്റെ കറണ്ട് വാല്യൂ എത്രയാണോ അതിനേക്കാൾ കൂടുതൽ നമ്മൾ കൺസ്യൂം ചെയ്താൽ ഉപയോഗിച്ചാൽ ആ ഫ്യൂസ് കത്തിപ്പോകും, അതല്ലെങ്കിൽ ആ സർക്യൂട്ട് ബ്രേക്കർ ഓഫ് ആകും. ഷോർട്ട് സർക്യൂട്ട് നിങ്ങൾക്ക് അറിയാം. വാട്ട് ഈസ് ഷോർട്ട് സർക്യൂട്ട്? സാധാരണ നമ്മൾ പലപ്പോഴും നമ്മുടെ വീടുകളിലെ അടുത്തുള്ള ഇലക്ട്രിക് ലൈനുകളിലൊക്കെ സംഭവിക്കുന്നതാണ്. ഞാൻ ഇവിടെ ഒരു ചെറിയൊരു വീഡിയോ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതൊരു ഇലക്ട്രിക് ലൈനാണ്. സാധാരണഗതിയിൽ നമുക്കറിയാം ഒരു ഫേസ് ഉണ്ടാവും, ഒരു ന്യൂട്രൽ ഉണ്ടാവും, എർത്തും ഉണ്ടാവും. അപ്പൊ ഇവിടെ ഫേസും ന്യൂട്രലും മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ. ഈ ചെറിയ വീഡിയോ ഒന്ന് ശ്രദ്ധിക്കുക. ഇതില് മുകളിൽ നിന്ന് ഒരു കമ്പി വന്ന് ഈ ഫേസും ന്യൂട്രലിലേക്ക് വീഴുമ്പോൾ എന്ത് സംഭവിക്കുന്നില്ല, ഫ്യൂസ് ബ്രേക്ക് ചെയ്യും. അപ്പോൾ ഇതാണ് ഷോർട്ട് സർക്യൂട്ട് എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ നമ്മുടെ പുറത്തുള്ള പവർ ലൈനുകളിലൊക്കെ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഷോർട്ട് സർക്യൂട്ടിങ്ങോ അല്ലെങ്കിൽ ഓവർലോഡോ കാരണം സർക്യൂട്ടിൽ അമിതമായ വൈദ്യുതി, എക്സസ് കറണ്ട് ഉണ്ടാവുകയാണെങ്കിൽ ഈ ഫ്യൂസ് വയറിന്റെ ദ്രവണാംഗം വളരെ കുറവായതിനാൽ ആ ഫ്യൂസ് വയർ ചൂടാവുകയും ആ ഫ്യൂസ് ഉരുകിപ്പോവുകയും ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാകും. ഇങ്ങനെ അപകടങ്ങൾ ഒഴിവാക്കാൻ കാരണം ഇലക്ട്രിസിറ്റി അവിടെ എന്ത് ചെയ്യപ്പെടുന്നു, കട്ട് ചെയ്യപ്പെടുന്നു. വിവിധ തരം ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫ്യൂസസ് നിങ്ങൾക്ക് കാണാം. അതൊക്കെ വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ഫ്യൂസ് ടൈപ്പ് ഉണ്ട്, കാത്തഡ് ഫ്യൂസ് ഉണ്ട്, അതുപോലെ ഒരുപാട് ടൈപ്പ് ഫ്യൂസ് ഉപയോഗിക്കുന്നു. ഇതൊക്കെ സേഫ്റ്റി പ്രിക്കോഷൻ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. ഫ്യൂസ് വയറിന്റെ ഗുണങ്ങൾ അതിന്റെ ദ്രവണാംഗം കുറവായിരിക്കണം, അതുപോലെ തന്നെ നേരത്തെ കമ്പികളാക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം. സാധാരണ ടിന്നിന്റെയും ലെഡിന്റെയും, ടിൻ ആൻഡ് ലെഡ് ഇതിന്റെ ഒരു അലോയി ആയിരിക്കും ഫ്യൂസ് വയറായി ഉപയോഗിക്കുന്നത്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ഫ്യൂസ്. ആൻഡ് അതിനുശേഷം ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന സർക്യൂട്ട് ബ്രേക്കർ എന്ന് പറയുന്നത് ഇതുപോലെ നമ്മുടെ വീട്ടിലേക്ക് ഇലക്ട്രിക് ലൈൻ വരുന്ന ആ ഭാഗത്ത് ഘടിപ്പിച്ചിരിക്കുന്ന ഉപകരണമായിരിക്കും. ELCB നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. വീട്ടിലെ പുതിയ വയറിങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഒരു ELCB ഉണ്ടാവും ഒരെണ്ണം, പിന്നെ ഒരു ഐസൊലേറ്റർ ഉണ്ടാവും, പിന്നെ ബാക്കി ഡിഫറെന്റ് റൂമുകളിലേക്ക് പോകുന്ന ഇലക്ട്രിക് സർക്യൂട്ടിനെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടി MCB, മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കേഴ്സ് ഉണ്ടാവും. ഇത് പല രീതിയിൽ പ്രവർത്തിക്കും. അപ്പൊ മൊത്തത്തിൽ അമിതമായ കറണ്ട് കയറി വന്നു കഴിഞ്ഞാൽ ഈ ELCB ട്രിപ്പ് ആവും, ഓഫ് ആവും. മിന്നലൊക്കെ ഉണ്ടാകുമ്പോൾ സാധാരണ അങ്ങനെ സംഭവിക്കാറുണ്ട്. അതുകൂടാതെ വീട്ടിൽ ഇലക്ട്രിക് വയറിനകത്ത് ഷോർട്ട് സർക്യൂട്ട് സംഭവിച്ചാൽ ഫേസ് ന്യൂട്രലോട് എവിടെയെങ്കിലും ടച്ച് വന്നു കഴിഞ്ഞാലും ഈ MCBയോ അല്ലെങ്കിൽ ELCB ഒക്കെ ഓഫ് ആകാറുണ്ട്. സോ ഇതാണ് ഫ്യൂസ്, ഫ്യൂസിന്റെ ധർമ്മം, ഫ്യൂസ് ആയിട്ട് ഉപയോഗിക്കുന്ന മെറ്റീരിയലിന്റെ പ്രത്യേകത. അതൊരു അലോയ് ആണ്, അതും ഓർത്തിരിക്കുക. ഇനിയുള്ളത് ഇൻകാൻഡസൻ ലാമ്പും ഫിലമെന്റ് ലാമ്പാണ്. ഇൻകാൻഡസൻ ലാമ്പിനെ കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല. നിങ്ങൾ ഈ ചിത്രം കാണുന്നത് ഇത് നമ്മൾ പണ്ട് കാലം മുതലേ ഉപയോഗിക്കുന്ന ബൾബാണ്. ഇതിനകത്തുള്ള മെറ്റീരിയൽ ശ്രദ്ധിക്കാൻ നിങ്ങൾക്കറിയാം, ടങ്സ്റ്റൺ ആണ് ഫിലമെന്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്. ഹൈ റെസിസ്റ്റീവ് മെറ്റീരിയൽ ആണ് ടങ്സ്റ്റൺ. അത് ചുരുളുകളാക്കി ഉപയോഗിക്കുന്നു, അല്ലാതെ ഉപയോഗിക്കുന്നു, വീണ്ടും കോയിൽഡ് കോയിലായിട്ടൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഇതൊരു ഗ്ലാസ് എൻവലപ്പ്, ഒരു ഗ്ലാസ് കവറിങ്ങിനകത്ത് ഫിലമെന്റ് താങ്ങി നിർത്തുന്ന മറ്റ് സർക്യൂട്ട്സ് ഒക്കെ ഉണ്ട്. ഇതിനുള്ളിൽ മർദ്ദം വളരെ കുറവായിരിക്കും. അപ്പോൾ ഇത് താപം കൊണ്ട് തിളങ്ങുന്നത് എന്ന അർത്ഥത്തിലാണ്. പക്ഷെ ഇതിന്റെ ഒരു ദോഷം എന്ന് പറയുന്നത് നമുക്ക് ആവശ്യമായ, നമുക്ക് ഇതിൽ നിന്ന് വേണ്ട ലൈറ്റ് എനർജിയാണ്, പക്ഷേ വളരെയധികം ഹീറ്റ് എനർജിയും ഇവിടുന്ന് ഉണ്ടാകുന്നുണ്ട്. അതൊരു വേസ്റ്റേജ് ഓഫ് ഇലക്ട്രിസിറ്റിയാണ്, വേസ്റ്റേജ് ഓഫ് എനർജിയാണ്. അത് ഒരു സർക്യൂട്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സർക്യൂട്ട് പ്രവർത്തിക്കുന്നത് നോക്കുക. ഇൻകാൻഡസൻ ലാമ്പിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നു, അത് തിരിച്ച് സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ആ സർക്യൂട്ട് കംപ്ലീറ്റ് ആവുന്നു. ഈ വൈദ്യുതി ഈ ടങ്സ്റ്റൺ ഫിലമെന്റിലൂടെ കടന്നു പോകുമ്പോൾ ടങ്സ്റ്റൺ ചൂടാവുന്നു, അത് തിളങ്ങുന്നു, വൈദ്യുതി നമുക്ക് ലഭിക്കുന്നു. ഗ്ലാസ് ബൾബിനകത്ത് ക്രമീകരിച്ചിരിക്കുന്ന ഒരു ഫിലമെന്റിലൂടെ വൈദ്യുതി കടത്തിവിട്ടാൽ ഫിലമെന്റ് ചുട്ടുപഴുത്ത് പ്രകാശം പുറപ്പെടുവിക്കും. ഇതിന്റെ ഏകദേശം ഒരു ആയുസ് 1000 മണിക്കൂറാണ് എന്ന് പറയപ്പെടുന്നു. വളരെ ഉയർന്ന ഊഷ്മാവിൽ ചൂടാവുന്നത് കൊണ്ടാണ് ഈ ഫിലമെന്റ് പ്രകാശിക്കുന്നത്. ഇത്തരം ഫിലമെന്റ് സാധാരണയായി ഉപയോഗിക്കുന്നത് ടങ്സ്റ്റൺ ആണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ മറ്റൊരു കാര്യം കൂടെ, ഇനി മറ്റൊരു കാര്യത്തിലേക്ക് ഞാൻ വരുന്നു, റെസിസ്റ്റിവിറ്റി. റെസിസ്റ്റൻസ് എന്താണെന്ന് നിങ്ങൾക്കറിയാം. സോ വാട്ട് ഈസ് റെസിസ്റ്റിവിറ്റി? അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ്. പലതവണ പരീക്ഷയ്ക്ക് ഫൈനൽ എക്സാമിനേഷൻ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഒരു കണ്ടക്ടർ, ചാലകത്തിന്റെ പ്രതിരോധത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ, ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ദ റെസിസ്റ്റൻസ് ഓഫ് എ മെറ്റീരിയൽ. സോ അതിൽ ഒന്ന് ചാലകത്തിന്റെ നീളം, ദ ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ. സെക്കൻഡ് വൺ അതിന്റെ ക്രോസ് സെക്ഷണൽ ഏരിയ, ദാറ്റ് മീൻസ് ഛേദതല വിസ്തീർണം. പിന്നെ ടെമ്പറേച്ചർ, ഊഷ്മാവ്. പിന്നെ ഈ ചാലകം നിർമ്മിച്ചിരിക്കുന്ന പദാർത്ഥത്തിന്റെ സ്വഭാവം. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് അതുമായി ബന്ധപ്പെട്ട് വരുന്നത്. അപ്പോൾ നീളം കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും റെസിസ്റ്റൻസ് കൂടും. R is proportional to L
and cross-sectional area കൂടുമ്പോൾ resistance കുറയും. So we can write R is inversely proportional to area of cross-section. അപ്പോൾ നമ്മൾ ചേർത്ത ഇക്വേഷൻ പോലെ എഴുതുകയാണെന്നുണ്ടെങ്കിൽ R equals rho into L divided by A. This rho is a constant and that is called resistivity of that material. ഇതിന്റെ ഇക്വേഷൻ rho equals R into A divided by L. R equals rho equals R into A divided by L. In the unit പലതവണ ചോദിച്ചിട്ടുണ്ട് പരീക്ഷയ്ക്ക്. Ohm meter is the unit of resistivity. So now you got the idea about resistivity. Resistivity ചോദ്യം വരികയാണെന്നുണ്ടെങ്കിൽ you should remember that the resistance is directly proportional to the length of the conductor, inversely proportional to the area of cross section, and you can get the equation R equals rho, a constant. To convert the proportion into equal sign, rho, and rho equals R into A divided by L. Its unit is ohm meter. ഏറ്റവും ഉയർന്ന റെസിസ്റ്റിവിറ്റി ഉള്ള ഒരു ലോഹം ടങ്സ്റ്റൺ ആണ്. That's why tungsten is using for making filaments in the incandescent lamps. അപ്പോൾ ടങ്സ്റ്റന്റെ പ്രത്യേകതകൾ അറിഞ്ഞിരിക്കണം. The properties of tungsten. വളരെ ഉയർന്ന ദ്രവണാങ്കം ഉള്ള മെറ്റീരിയൽ ആണ് ടങ്സ്റ്റൺ. റെസിസ്റ്റിവിറ്റി, പ്രതിരോധം വളരെ കൂടുതലായിരിക്കും. വളരെ നേർത്ത കമ്പിയാക്കി മാറ്റുവാൻ കഴിയും. വളരെ നേരം ചുട്ടുപഴുത്ത് ഒരുപാട് നേരം ആ അവസ്ഥയിൽ നിലനിർത്താനുള്ള കഴിവും ഇതിനുണ്ടാകും. അപ്പോൾ ഇത്തരം ബൾബുകൾ ആദ്യമായി കണ്ടെത്തിയത് തോമസ് ആൽവ, ഉണ്ടാക്കിയെടുത്ത തോമസ് ആൽവ എഡിസൺ ആണ്. നിങ്ങൾക്കറിയാം, എഡിസൺ ആണ് ഇതിന്റെ ഈ കാര്യത്തിൽ ആദ്യകാലത്ത് ശരിക്കും വർക്ക് ചെയ്ത് ഈ ബൾബ് ഒക്കെ ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ ഇനി ഇതിനകത്ത് ചോദിക്കാവുന്ന മറ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ബൾബുകളിൽ നമ്മൾ ഈ പറഞ്ഞ ഇൻകാൻഡസന്റ് ലാമ്പുകളിലെ അലസവാതകങ്ങൾ എന്തുകൊണ്ടാണ് ഇതിനകത്ത് ബൾബിനുള്ളിലുള്ള വാതകങ്ങൾ നിങ്ങൾക്കറിയാം, അലസവാതകങ്ങളാണ്. ആവർത്തന പട്ടികയിൽ ഏറ്റവും അവസാനത്തെ ഗ്രൂപ്പിലുള്ള ആ വാതകങ്ങളാണ് ഉപയോഗിക്കുക. അപ്പൊ അതില് ഫിലമെന്റ് എന്തുകൊണ്ടാണ് അലസവാതകം നിറയ്ക്കുന്നത്? റീസൺ ഫിലമെന്റിന്റെ ബാഷ്പീകരണം കുറയ്ക്കുന്നു. 2, ആയുസും ക്ഷമതയും ഒക്കെ കൂടുന്നത് കാരണം ബൾബ് കറുത്തു പോകുന്നില്ല. അതായത് വേപ്പർ അതിനകത്തുണ്ടായി കണ്ടൻസ് ചെയ്ത് ബൾബ് കറുത്തു പോകാതെ. അതുപോലെ തന്നെ ഒരു പരിധിക്കപ്പുറം താപനില കൂടാതെ നിലനിർത്താനും, അതായത് ടെമ്പറേച്ചർ വളരെ കൂടി, ചില ബൾബുകളൊക്കെ നമുക്കറിയാം പെട്ടെന്ന് ചിലപ്പോൾ പൊട്ടിപ്പോകാറൊക്കെ ഉണ്ട്, വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിന് പൊട്ടിപ്പോകാറൊക്കെ ഉണ്ട്. ഒരുപക്ഷെ ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്താ സംഭവിക്കുക? ഇനി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇൻകാൻഡസന്റ് ലാംപ്സ്. ചുരുളല്ലാത്ത ഫിലമെന്റ്, അതായത് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഫിലമെന്റ് ഉപയോഗിക്കുന്ന ബൾബുകളുണ്ട്. അത് കൂടാതെ ചുരുൾ ഫിലമെന്റ് ഉണ്ട്. പിന്നെ കോയിൽഡ് ചുരുളാക്കിയ ചുരുൾ ഫിലമെന്റ് ഉള്ള ബൾബുകളും ഉപയോഗിക്കുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ ചുരുളാക്കിയ ചുരുൾ ഫിലമെന്റ് ഉപയോഗിച്ചാൽ കാര്യക്ഷമത വർദ്ധിപ്പിക്കാം. കാരണം അത് ഉപയോഗിക്കുമ്പോൾ അതിന്റെ റെസിസ്റ്റൻസ് ചുരുട്ടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ലെങ്ത് കൂടുതലായിരിക്കും. അപ്പോൾ വലിപ്പം കുറയ്ക്കാൻ കഴിയും, ബൾബിന്റെ വലിപ്പം ഒക്കെ കുറയ്ക്കാൻ കഴിയുന്നതാണെന്ന്. കൂടുതൽ കറണ്ട് അവിടെ പ്രവഹിക്കാൻ സാധ്യതയുണ്ട്. കൂടുതൽ താപോർജ്ജം ഉണ്ടാകാതെ പ്രകാശം മാത്രം കൂടുതൽ ഉണ്ടാക്കാനും ആ ഒരു കേസിൽ കഴിയുന്നത്. ഇനി അടുത്തത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഭാഗം ഡിസ്ചാർജ് ലാംപ്സ് ആണ്. ഡിസ്ചാർജ് ലാമ്പുകൾ ഒരു പിക്ചറിലൂടെ വന്നിട്ടുണ്ട്. ഡിസ്ചാർജ് ലാമ്പ് അതൊരു ഫോട്ടോഗ്രാഫാണ് ഡിസ്ചാർജ് ലാമ്പ്. പക്ഷെ അതിന്റെ ഒരു സ്കെച്ച് ഞാൻ കാണിക്കാം. ഇപ്പൊ നിങ്ങൾക്ക് വ്യക്തമായി കാണാൻ കഴിയും. ഡിസ്ചാർജ് ലാമ്പിന്റെ ഒരു സ്കെച്ചാണ്, ഒരു ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. ഇതിലെ ഓരോ പോർഷൻസ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അവിടെ ബ്ലിങ്ക് ചെയ്ത് വരുന്ന ഭാഗം നോക്കുക. സോ നൗ ദിസ് പാർട്ട് ഈസ് ബ്ലിങ്കിങ്. ആ ബ്ലിങ്ക് ചെയ്യുന്ന പോർഷനിൽ വളരെ ലോ പ്രഷറിൽ അനുയോജ്യമായ വാതകം നിറച്ച ഒരു ഗ്ലാസ് ട്യൂബാണ്. ഡിസ്ചാർജ് ലാമ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോർഷൻ ഈ പോർഷനാണ്. ഇത് ലോ പ്രഷറിൽ ഒരു വാതകം നിറച്ചിട്ടുണ്ടാവും. അതിൽ തന്നെ ഈ ട്യൂബിന്റെ രണ്ടറ്റത്തായി ഒരു ഇലക്ട്രോഡുകൾ വെച്ചിട്ടുണ്ട്. യു കൻ സീ ഇറ്റ്സ് ബ്ലിങ്കിങ്. ഈ 2 ഇലക്ട്രോഡുകളിലൂടെ വളരെ ഉയർന്ന പൊട്ടൻഷ്യൽ കൊടുക്കുമ്പോഴാണ് ഇതിനുള്ളിൽ ഈ പ്രോസസ് എന്താണോ ഇതിന്റെ പ്രവർത്തനം അതിന് കാരണമായ പ്രോസസ് നടക്കുന്നത്. ഡിസ്ചാർജ് ട്യൂബിലെ ഇലക്ട്രോഡുകൾക്കിടയിൽ ഉയർന്ന വോൾട്ടേജ്, വളരെ ഉന്നത വോൾട്ടേജ് പ്രയോഗിക്കുമ്പോൾ ട്യൂബിനുള്ള വാതകം അയണീകരിക്കപ്പെടുന്നു. അപ്പോൾ അതിവേഗത്തിൽ സഞ്ചരിക്കുന്ന ഈ വാതക അയോണുകളും ഇലക്ട്രോണുകളും അയണീകരിക്കപ്പെടാത്ത മറ്റു കണികളുമായി കൊളൈഡ് ചെയ്യുന്നതിന്റെ ഫലമായിട്ടാണ് അവിടെ പ്രകാശോർജ്ജം ശരിക്കും ഉണ്ടാകുന്നത്. ഇനി ഇതിൽ നിന്ന് പുറത്തു വരുന്ന പ്രകാശം ഈ ട്യൂബിനുള്ളിൽ നിറച്ചിരിക്കുന്ന വാതകത്തെ ആശ്രയിച്ച് ഏത് ഗ്യാസ് ആണോ ഉപയോഗിക്കുന്നത് അതുമായി ബന്ധപ്പെട്ടിരിക്കും. നിങ്ങൾക്ക് ഇവിടെ ഒരു ഇത് കാണാൻ കഴിയും. ഈ ഒരു ടേബിൾ നോക്കുക. ഇതിൽ നിങ്ങൾക്ക് നിയോൺ, നൈട്രജൻ, സോഡിയം, മെർക്കുറി, ക്ലോറിൻ ആൻഡ് ഹൈഡ്രജൻ. ഇപ്പൊ ഈ വാതകങ്ങൾ നിറയ്ക്കുമ്പോൾ ഏത് നിറമാണ് ആ ഡിസ്ചാർജ് ലാമ്പിനുള്ളിൽ ഉണ്ടാകുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ ആ രീതിയിൽ തുടങ്ങാം, ഞാൻ സിസ്റ്റമാറ്റിക് ആയിട്ട് പോകുന്നില്ല. മെർക്കുറി നമുക്കറിയാം. മെർക്കുറി തീർച്ചയായിട്ടും പഴയ കാലത്തെ ബൾബുകളൊക്കെ നമ്മുടെ വീടിന്റെ മുന്നിലൊക്കെ പുറത്തൊക്കെ വെക്കുന്ന ബൾബുകളൊക്കെ മെർക്കുറിയാണ്. അപ്പൊ അത് നല്ല പ്യൂർ വൈറ്റ്, മിൽക്കി വൈറ്റ് കളർ ലൈറ്റ് നമുക്ക് എടുക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും മെർക്കുറി എന്ന് പറയുന്നത് ധവള പ്രകാശം, വൈറ്റ് ലൈറ്റ്, സീരീസ് വൈറ്റ് ലൈറ്റ്. യു ക്യാൻ സീ ദ വൈറ്റ് ലൈറ്റ് കളർ. മെർക്കുറിക്ക് വെളുപ്പായിരിക്കും. ഇനി നിങ്ങൾക്ക് അറിയാവുന്ന സോഡിയം വേപ്പർ ലാമ്പ് നിങ്ങൾക്കറിയാം. സോഡിയം ബാഷ്പം അതാണ് നിറയ്ക്കുന്നതെങ്കിൽ മഞ്ഞ പ്രകാശമായിരിക്കും ഉണ്ടാവുക.
മഞ്ഞ പ്രകാശം, സോഡിയം വേപ്പർ. ബാക്കിയുള്ളത് നമുക്കൊന്ന് ചെയ്തു നോക്കാം. ഇപ്പോൾ ക്ലോറിൻ ഞാൻ ഒരെണ്ണം ഇവിടെ വെച്ച് നോക്കാം. പച്ച, ശരിയാണോ നോക്കാം? യെസ്, ക്ലോറിൻ വാതകം എന്ന് വെച്ചാൽ പച്ച നിറത്തിലുള്ള പ്രകാശം അവിടെ ഉണ്ടാകും. ഹൈഡ്രജൻ ആണെങ്കിൽ ഏത് നിറമായിരിക്കും നോക്കുന്നത്? ഞാൻ ജസ്റ്റ് ഒരെണ്ണം വെച്ച് നോക്കാം, ശരിയാണോ നോക്കാം? ചുവപ്പല്ല. അപ്പൊ തീർച്ചയായിട്ടും ഇനിയുള്ളത് നീലയാണ്. അപ്പൊ ഹൈഡ്രജൻ നിറച്ചാൽ നീല ഉണ്ടാകും. നിയോൺ, നിയോൺ ലാമ്പ് നിങ്ങൾക്ക് അറിയാം, ചെറിയ ഇൻഡിക്കേറ്റർ ആയിട്ടൊക്കെ ഉപയോഗിക്കുന്ന നിയോണാണ്. അത് ഓറഞ്ച് ചുവപ്പായിരിക്കും ഉണ്ടാവുക. അതുപോലെ നൈട്രജൻ ആണ് നിറയ്ക്കുന്നതെങ്കിൽ ലാസ്റ്റ് വൺ ഓൺലി എക്സിസ്റ്റിംഗ് വൺ ചുവപ്പ്. അപ്പോൾ ഈ വാതകങ്ങൾ ഡിസ്ചാർജ് ലാമ്പിൽ നിറയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന നിറങ്ങൾ ഏതൊക്കെയാണ് പരീക്ഷയ്ക്ക് ചോദിക്കാൻ, ഒരു മാർക്കിന്റെ ചോദ്യങ്ങളൊക്കെ ആയിട്ട് ചോദിക്കാറുണ്ട്. ഓർത്തിരിക്കുക, നിയോൺ ഓറഞ്ച് റെഡ്, നൈട്രജൻ റെഡ്, sodium vapor, you know, it's yellow, mercury white light, and chlorine green, and hydrogen blue. ഇതാണ് ഡിസ്ചാർജ് ലാമ്പുകളെ കുറിച്ച് പഠിക്കാം. ഡിസ്ചാർജ് ലാമ്പിന്റെ വർക്കിംഗ് ഞാൻ ആദ്യം പറഞ്ഞു, ആൻഡ് ദ കളേഴ്സ്, അതിന് പുറത്ത് വരുന്ന പ്രകാശത്തിന്റെ നിറവും പറഞ്ഞു. നെക്സ്റ്റ് ഈസ് ഫ്ലൂറസെന്റ് ലാമ്പ്. ഇത് നമുക്കറിയാം, നമ്മുടെ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന ട്യൂബ് ലൈറ്റ് നമ്മൾ പറയുന്ന ലാമ്പാണിത്. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക, രണ്ട് വശത്തും നോക്കുക, തോറിയം ഓക്സൈഡ് കോട്ട് ചെയ്യുന്ന ഹീറ്റിംഗ് കോയിൽസ് ഉണ്ടാവും. തോറിയം ഓക്സൈഡ് രണ്ട് എൻഡിലും ഏകദേശം 1 മീറ്റർ നീളമുള്ള ട്യൂബാണ്, നമ്മുടെ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന ട്യൂബ് ലൈറ്റ് ആണ്. ഇനി ഇതിനുള്ളിൽ നിങ്ങൾക്ക് കാണാൻ തന്നെ കഴിയും, അതിനകത്ത് വൈറ്റ് പൗഡർ, വൈറ്റ് മെറ്റീരിയലിനകത്ത് പൂശിയിട്ടുണ്ടാവും ഇന്നർ പാർട്ട്. ഇതിനുള്ളിൽ മെർക്കുറി ബാഷ്പമുണ്ട്. മെർക്കുറി കാണുന്ന ചെറിയ മെർക്കുറി ബാഷ്പം വേപ്പർ ആണ്. പിന്നെ അൾട്രാവയലറ്റ് ലൈറ്റ് അവിടെ ഉണ്ടാകുന്നത് എങ്ങനെയാണ് ഇതിന്റെ വർക്കിംഗ്? ഇലക്ട്രോൺസ് ഇവിടുന്ന് ഇത് ഹീറ്റ് ചെയ്യപ്പെടുമ്പോൾ, അതായത് വളരെ ഉയർന്ന പൊട്ടൻഷ്യൽ കൊടുക്കുമ്പോൾ ഇതിൽ നിന്നും ശരിക്കും ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യുന്നു. ഈ ഇലക്ട്രോൺസ് വന്ന് മെർക്കുറി ബാഷ്പമായി കൂട്ടിയിടിച്ചുണ്ടാകുന്ന പ്രോസസ്സിന്റെ ഫലമായിട്ടാണ് വൈറ്റ് ലൈറ്റ് നമുക്ക് കിട്ടുന്നത്. ഒരു വിഷയം നാം ഉപയോഗിക്കുന്നതിൽ നമ്മുടെ അനുഭവത്തിൽ ഏറ്റവും നല്ല ലൈറ്റ് ആയിട്ട് നമ്മൾ ഇന്ന് വരെ കണ്ടത് ഈ ട്യൂബ് ലൈറ്റുകളാണ്. പക്ഷെ ഇപ്പോൾ ഈ ട്യൂബ് ലൈറ്റ്, ഈ ഫ്ലോറസെന്റ് ലാമ്പ് മാറിയതിനു ശേഷം CFL ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. CFL കഴിഞ്ഞപ്പോൾ LED വന്നു, വൈറ്റ് LED ഒക്കെ വരുന്നത് ഒരു വിപ്ലവകരമായ ഒരു മാറ്റം ഈ ലൈറ്റിംഗ് വിഭാഗത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ എന്നാൽ ഇപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. സീ ദ വർക്കിംഗ് ഓഫ് ദിസ് ഫ്ലോറസെന്റ് ലാമ്പ്. ആ വാക്ക് തന്നെ ഫ്ലൂറസെന്റ് ലാമ്പിൽ ഹീറ്റിംഗ് കോയിൽ ഉയർന്ന വോൾട്ടേജ് പ്രയോഗിക്കുമ്പോൾ അവ ചൂടായി ഇലക്ട്രോണുകളെ ഉത്സർജിക്കുന്നു. അതിവേഗത്തിൽ സഞ്ചരിക്കുന്ന ഈ ഇലക്ട്രോണുകൾ ട്യൂബിൽ നിറച്ചിരിക്കുന്ന മെർക്കുറി ബാഷ്പത്തിലെ ആറ്റങ്ങളുമായി കൊളൈഡ് ചെയ്യുന്നു. കൂട്ടിയിടിക്കുമ്പോൾ മെർക്കുറി ആറ്റങ്ങൾ ഉത്തേജിപ്പിക്കപ്പെടുകയും അദൃശ്യമായ അൾട്രാവയലറ്റ് കിരണങ്ങൾ UV റേസ് ഉണ്ടാവുകയും ചെയ്യുന്നു. ട്യൂബിനുള്ളിൽ ലേപനം ചെയ്തിരിക്കുന്ന ഫ്ലൂറസെന്റ് പദാർത്ഥത്തിൽ ഈ UV ലൈറ്റ് വന്ന് പതിക്കുമ്പോൾ, റേസ് വന്ന് പതിക്കുമ്പോൾ അവിടെ നിന്ന് വൈറ്റ് ലൈറ്റ്, ദൃശ്യപ്രകാശം ഉണ്ടാവുകയും ചെയ്യുന്നു. ഇതാണ് പ്രോസസ്. ഞാൻ വീണ്ടും പറയുന്നില്ല, ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. രണ്ട് തോറിയം ഓക്സൈഡ് ലേപനം ചെയ്ത ഹിത്തോറിയം ഓക്സൈഡ് ആണ്, അതും ചോദിക്കാറുണ്ട്. ഒരു ഫ്ലൂറസെന്റ് ലാമ്പില് ഹീറ്റിംഗ് ഈ കോയിലുകളിൽ എന്ത് വസ്തുവാണ് പൂശിയിരിക്കുന്നത് എന്ന എക്സാമിന് ചോദിക്കാറുണ്ട്. തോറിയം ഓക്സൈഡ് ആണ്. പിന്നെ അതിന്റെ വർക്കിംഗ്, ഇലക്ട്രിസിറ്റി ഈസ് പാസിംഗ് ത്രൂ ദിസ് വൺ, ഇലക്ട്രോൺസ് വിൽ എമിറ്റ് ഫ്രം ബോത്ത് ദാറ്റ് കോയിൽസ്. ആ ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന മെർക്കുറി ബാഷ്പവുമായിട്ടൊക്കെ കൂട്ടിയിടിക്കുകയും അൾട്രാവയലറ്റ് റേഡിയേഷൻസ് ഉണ്ടാകുകയും അത് എന്ത് ചെയ്യുന്നുണ്ട്? അൾട്രാവയലറ്റ് കിരണങ്ങൾ ഈ ട്യൂബിനുള്ളിൽ ഇതിന്റെ അകവശത്ത് പൂശിയിരിക്കുന്ന ഫ്ലൂറസെന്റ് പദാർത്ഥത്തിൽ പതിക്കുമ്പോൾ വൈറ്റ് ലൈറ്റ് ഉണ്ടാവുകയും ചെയ്യുന്നു. അപ്പോൾ ഒരു ഫ്ലൂറസെന്റ് ലാമ്പിന്റെ പ്രവർത്തനം പെട്ടെന്ന് നോക്കിയുള്ള നിങ്ങൾ ജസ്റ്റ് ശ്രദ്ധിക്കാം. ഞാൻ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു നോക്കുക. You can see the movement of the electrons colliding with the mercury. Ultraviolet is producing, and ultraviolet അതിനുള്ളിൽ പൂശിയിരിക്കുന്ന മെറ്റീരിയലിൽ നിന്ന് വൈറ്റ് ലൈറ്റിനെ ഉണ്ടാക്കുകയും ചെയ്യും. So this is the working of fluorescent lamps. ഇനി ഇൻകാൻഡസെന്റ് ലാമ്പിനെ അപേക്ഷിച്ച് ഫ്ലൂറസെന്റ് ലാമ്പിന്റെ മേന്മ അതൊക്കെ വളരെ എളുപ്പമായിട്ട് അറിയാം. ഏതാണ്ട് 5 മടങ്ങോളം വയസ്സ് കൂടുതലാണെന്ന്. ട്യൂബ് ലൈറ്റ് വളരെ കാലം ഉപയോഗിക്കാം, പക്ഷേ നേരത്തെയുള്ള ഫിലമെന്റ് ലാമ്പ് നമുക്ക് വളരെ കുറച്ച് കാലം മാത്രമേ ഉപയോഗിക്കാൻ കഴിയുള്ളൂ. തന്നെ ആ ലൈറ്റിന്റെ ക്വാളിറ്റിക്ക് തന്നെ വ്യത്യാസമുണ്ട്. ട്യൂബ് ലൈറ്റിന്റെ പ്രകാശം നിഴലുണ്ടാക്കുന്നില്ല, കാരണം നീളം കൂടുതൽ, പോയിന്റ് സോഴ്സ് അല്ല, ഒരു ഡിസ്റ്റൻസ് ഉള്ളതുകൊണ്ട് പല ഭാഗത്തു നിന്നും പ്രകാശം വരുന്നതുകൊണ്ട് നിഴലുണ്ടാക്കുന്നില്ല. അതുപോലെ തന്നെ ഉപഭോഗം വളരെ കുറവാണ്, അതായത് പവർ വളരെ കുറച്ചു മതി. ഇപ്പൊ 100 വാട്ട്സ് പവറുള്ള ഒരു ഇൻകാൻഡസെന്റ് ലാമ്പിൽ നിന്ന് വരുന്ന ആ പ്രകാശത്തെക്കാൾ ഒരു പക്ഷേ നല്ല പ്രകാശം വെറും 40 വാട്ട്സ് മാത്രമുള്ള ഒരു ട്യൂബ് ലൈറ്റിൽ നമുക്ക് കിട്ടുന്നു. ഒരേ പവറുള്ള ഫ്ലൂറസെന്റ് ലാമ്പിൽ നിന്ന് അതേ ഇൻകാൻഡസെന്റ് ലാമ്പിനേക്കാൾ വളരെ കൂടുതൽ പ്രകാശം ലഭിക്കുന്നു. നാം നൽകുന്ന ഊർജ്ജത്തിന്റെ ഭൂരിഭാഗവും, മാക്സിമം പാർട്ടും എന്തായിട്ട് മാറുന്നു? ലൈറ്റ് ആയിട്ട് മാറുന്നു എന്നുള്ളതാണ് പ്രത്യേകത. പക്ഷേ ഒരു ഇൻകാൻഡസെന്റ് ലാമ്പിൽ അത് ഹീറ്റ് ആയിട്ട് പോകുന്നു. ദാറ്റ്സ് എ വേസ്റ്റേജ് ഓഫ് എനർജി, ഇലക്ട്രിസിറ്റി വേസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ. അതുകൊണ്ട് ഇപ്പോഴത് കൂടുതലായി നമ്മളാരും ഉപയോഗിക്കുന്നില്ല.